സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ദ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനുള്ള യാത്ര. അതിരാവിലെ 6 മണിയായപ്പോൾ തന്നെ യാത്ര തുടങ്ങി. നല്ല സൂപ്പർ റോഡ്. അപ്പോൾ ഞങ്ങൾ ഈ ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്ത് ഇതിൻ്റെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി തുടങ്ങുന്ന സ്ഥലത്ത് വരെ ഞങ്ങളെ വാഹനത്തിൽ പോവുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് വേറെ ബസ്സിലാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളെന്നല്ല, അവിടെ വരുന്ന എല്ലാവരെയും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതിരാവിലെ അവിടെ എത്തിയത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. അധികം ആൾക്കാരൊന്നും അവിടെ എത്തിയിട്ടില്ല, എല്ലാവരും വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബസ് അവിടുത്തെ ഒരു ജോലിക്കാർ പറഞ്ഞ് ബസ് ഇപ്പോൾ വരും, നിങ്ങളിത് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ കയറി. അപ്പോൾ അതിൽ വന്നതിൽ ഞങ്ങളൊരു 5 പേര് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇത് കാണാൻ വന്നവർ. ബാക്കി അതിൽ കയറുന്നവരെല്ലാം ജോലിക്കാരാണ്. അപ്പോൾ അതൊരു ഒരു കണക്കിന് ഞങ്ങൾക്കൊരു ഭാഗ്യമായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം തെള്ളില്ലാതെ അവിടെ പോയി ഇത് കാണാനുണ്ടാകുന്നൊരു സൗകര്യം ഈ അതിരാവിലെ ഞങ്ങൾ എത്തിയത് കൊണ്ട് ഉണ്ടായി. ആദ്യത്തെ ബസ് പുറപ്പെടുന്നത് കറക്റ്റ് 8 മണിക്കാണ്. ഇനി ഇതിന് പുറകെ ആൾക്കാരവിടെ നിൽപ്പുണ്ട് വരാനുള്ളവർ. അപ്പോൾ ഈ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ബസ് പോകുന്ന വഴികളാണ് ഇതൊക്കെ. എത്ര മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ. ആ ഒരു ഏരിയ മുഴുവൻ ഗാർഡനും ബിൽഡിങ്ങും. സത്യം പറഞ്ഞാൽ നമ്മൾ വെളിയിൽ സംസാരിക്കുന്ന പോലല്ല, അത്ര മനോഹരമായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഈ ബിൽഡിങ്ങുകളും അവിടുത്തെ ഗാർഡൻസും ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. അപ്പം ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനിടത്തെ വീഡിയോ ഉണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ ഈ പ്രതിമയ്ക്ക് നല്ല ഉയരമൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷെ ആ പ്രതിമയുടെ അടുത്തോട്ട് ഇപ്പോൾ ഉടനെ ചെല്ലും എന്നുള്ള ധാരണയിലാണ് വിട്ടുപോകുന്നത്. പക്ഷെ നല്ല ദൂരമുണ്ട്, ബസ്സിൽ നല്ലതുപോലെ യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട് ഈ പ്രതിമ നിൽക്കുന്ന സ്ഥലം വരെ എത്താൻ. അപ്പോൾ ഇത് കണ്ടില്ലേ, അതെല്ലാം ആ റോഡുകളും അതിൻ്റെ എല്ലാം സൗകര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റ് പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഒന്നും അവിടെ താമസ സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാം ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പാർട്ടായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഇത് മുഴുവൻ എടുത്തിരിക്കുന്നത്. മലമ്പ്രദേശം പോലെ കിടന്നൊരു സ്ഥലത്തിനെ അതിമനോഹരമായ സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴും പല വഴികളും അവിടെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ രമൺകൂനൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ തെങ്ങുകളോ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അവരുടെ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റിലുണ്ട്. അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ്സുകളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കണ്ണ് ഈ പ്രതിമയിൽ എത്തുന്ന സ്ഥലം നോക്കിയിട്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാമറയിൽ ആദ്യം തന്നെ ഫ്രെയിം പണിയണം. അതാ അപ്പോഴാണ് ക്യാമറയിൽ ഒരു പട്ടേലിൻ്റെ പ്രതിമയുടെ, പക്ഷേ അവിടെ മഞ്ഞായതുകൊണ്ടാണ് ആ ഷെയ്ഡായിട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ കാണുന്ന നദിയാണ് നർമ്മദാ നദി. ഈ നർമ്മദാ നദിയുടെ ഏതാണ്ട് മധ്യഭാഗത്താണ് ഈ സ്റ്റാച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ നർമ്മദാ നദിയുടെ മുകളിൽ ഒരു ഡാമുണ്ട്. ആ ഡാം ഞാൻ കാണിക്കാം. ഇതാണ് ആ ഡാം. വളരെ ദൂരെ ആ കാണുന്ന ഡാം സർദാർ സരോവർ ഡാം എന്നാണ് ഈ ഡാമിൻ്റെ പേര്. അപ്പോൾ ആ നദി താഴേക്ക് വരുന്ന ഭാഗത്താണ് ഈ പ്രതിമ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രതിമയുടെ മുകൾ ഭാഗത്താണ് ആ ഡാം. അപ്പം ഭയങ്കരമായ വെള്ളം ഈ നദിയിലൂടെ വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനിയും ഞങ്ങളുടെ വണ്ടി ഇവരുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറങ്ങുന്നത് വരെ ഞാൻ ഈ പ്രതിമയെ ഇങ്ങനെ നല്ലതുപോലെ ശ്രദ്ധിച്ച് പടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ആ കൊടികളൊക്കെ കണ്ടപ്പോൾ ഏതാണ്ട് അടുത്ത് എത്താറായി. വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബസ്സിൽ നിന്നുകൊണ്ട് കാണുന്ന വീഡിയോ ആണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ബസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ ആ പ്രതിമയുടെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഈ സ്ഥലത്താണ് ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയത്. അപ്പോൾ അവിടെ നിന്നിട്ട് ആ മലയും അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ എല്ലാം ഒരു ഫോട്ടോ എടുത്ത്
മൊത്തത്തിലൊരു ഫോട്ടോ, മൊത്തത്തിലൊരു വീഡിയോ ആയിട്ട് ഞാനങ്ങനെ എടുത്തു. ഈ ഗ്രൗണ്ടിലാണ് ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയത്. അതെ, അത് മൊത്തം വ്യൂ കണ്ടല്ലേ, ആ നർമ്മദ നദി, അതിൻ്റെ അകത്ത് ഈ പ്രതിമ നിൽക്കുന്ന സ്ഥലം, ആ പ്രതിമയുടെ അടുത്ത് വരെ പോകുന്ന വഴി, ഇതെല്ലാം ഓൺലൈനിലുള്ള ഞങ്ങളുടെ ടിക്കറ്റ് കാണിച്ച അപ്പോൾ തന്നെ ഞങ്ങളെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു. അപ്പോൾ ഞങ്ങളുടെ ഈ പാസേജ് എന്ന് പറയുന്നത് ഇതാണ് എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് ഉള്ളിലേക്ക് കടക്കാവുന്ന വഴിയിലൂടെയാണ് ഞങ്ങളെ അകത്തേക്ക് കടത്തി വിട്ടത്. അവിടെ ചെന്നപ്പോൾ അതിന് ഉള്ളിലാണ് സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗ്യം പറഞ്ഞില്ലേ, 5 പേര് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അകത്ത് കയറി കഴിഞ്ഞ ഉടനെ കാണുന്ന ആദ്യത്തെ സ്ഥലത്ത് ഞങ്ങളെല്ലാവരും കൂടെ നിന്നൊരു പടം എടുത്തു. അപ്പോൾ അത് ഇതിൻ്റെ ഈ മനോഹാരിത കാണണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, എന്തെല്ലാം ഭംഗിയായിട്ടാണ് ആ ഗാർഡനും ആ വെള്ളം ഒഴുകുന്ന ഗ്ലാസ് പോലെ ഒഴുകുന്നൊരു ഒരു രീതിയൊക്കെ. സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ഇത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ആ ഒരു സന്തോഷം കൊണ്ട് വീണ്ടും ആ വെള്ളം ഒഴുകുന്നതിൻ്റെ ഒരു പടം പ്രത്യേകം എടുത്ത് കണ്ടില്ലേ, ആ പ്രത്യേക ഞാൻ ഫോട്ടോ എടുത്തതാണ്. അകത്തിരിക്കുന്ന ചെടി പോലും വൃത്തിയായിട്ട് കാണാം വെള്ളത്തിൻ്റെ അകത്തൂടെ. അത്ര മനോഹരമാണ്. അവിടെ ഒരു ബോർഡുണ്ട്, അത് ഏത് ഭാഷയാണ് നമുക്ക് വായിച്ചാൽ പറ്റില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പ്രതിമയ്ക്ക് അടുത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ ആ യാത്ര എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഒത്തിരി കാണാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്റ്റാച്യൂസ്, ഗാർഡന്, ഇതെല്ലാം അവിടെ നിന്നാൽ കാണാനുണ്ട്. ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ടുള്ള യാത്രയാണ്. കണ്ടല്ലേ, എത്ര മനോഹരമാണെന്ന് നോക്കി, എത്ര മനോഹരമായിട്ടാണ് ആ ഭാഗമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നീണ്ടൊരു പന്തലാണ്, ഇങ്ങനെ വെയിൽ കൊള്ളാതെ നടന്നു പോകാൻ. അപ്പോൾ ഈ നടക്കാൻ വയ്യാത്തവർക്ക് ഈ സൈഡിൽ കൂടെ എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ നേരെ പോകുന്ന എസ്കലേറ്റർ, അത് ഞാൻ കാണിക്കാം. ഇപ്പം അവിടെ നിന്ന് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അകത്തോട്ട് കയറാനെക്കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ 5 പേര് ഞങ്ങളാണ്, ആ ദിവസത്തെ ആദ്യത്തെ ആൾക്കാരാണ്. അതുകൊണ്ട് ലക്ക്. ആ പ്രതിമ നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഈ പന്തൽ ആ കാണുന്ന അതിനകത്തുകൂടാണ് ഈ പന്തൽ അവിടം വരെ എത്തുന്നത്. നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളവിടെ ഉണ്ട്. അത് കണ്ടില്ലേ, ആ വെള്ളം വീഴുന്നതിൻ്റെ ഭംഗി കണ്ടില്ലേ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു ഫോട്ടോ ഞാനും എടുത്തു. ഞാനും കണ്ടല്ലോ, ഞാനും അവിടെ നിന്ന് ഒരു ഇതെടുത്തു. ഇതൊക്കെ കാണാൻ അത്ര മനോഹരമാണ്. മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ കണ്ട രീതിയിലല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും മനോഹരം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇനിയും നമുക്ക് മുന്നോട്ട് ഒരുപാട് നടന്നു പോകാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇടത്ത് സൈഡും വലത് സൈഡും കാണുന്ന ഈ 2 പന്തലിൽ കൂടെയാണ് അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനുമുള്ള ആണ് ഈ നടക്കാനുള്ള പാതയാണത്. അപ്പം ഞങ്ങൾ വളരെ അത്യാവശ്യം ധൃതിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ആദ്യമായിട്ട് വന്നതായതുകൊണ്ട് വളരെ സാവധാനത്തിലൊക്കെ അവിടെ നിന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത് എന്നിട്ട് ഞാൻ അതിൻ്റെ മറുസൈഡിൽ കാണുന്ന ആ വ്യൂ എടുത്തത്, ആ മെറ്റിൽ പോലെ കിടക്കുന്ന ഭാഗമൊക്കെ ഞാൻ വിചാരിച്ച് ഈ മെറ്റിലിങ്ങനെ ഒലിച്ച് താഴോട്ട് പോകത്തില്ലെന്ന് വിചാരിച്ചു. അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് അത് മൊത്തം നെറ്റിൻ്റെ അകത്താണ്. ആ ചരിഞ്ഞ് കിടക്കുന്ന മെറ്റിൽ മൊത്തം നെറ്റിനകത്താണ് കിടക്കുന്നത്. അപ്പോഴിതാ കണ്ടില്ലേ, ഇതൊരു എസ്കലേറ്ററാണ്. ഇങ്ങനെ നേരെ അങ്ങ് നമ്മളവിടെ കയറി നിന്നാൽ മതി, നമ്മൾ ഈ പാതയുടെ അങ്ങ് അറ്റത്ത് വരെ ചെല്ലും. നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നടക്കാൻ വയ്യാത്തവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണിത്. അപ്പോൾ ഇങ്ങനെ ഇതിൽ കയറി നമുക്ക് അങ്ങ് അറ്റം വരെ പോകാം. കുറേ പേര് നടന്നു. ഞാൻ അതേ കൂടെ മറ്റേ എസ്കലേറ്ററെ കൂടെ തന്നെ പോയി. കേട്ടില്ലേ, നല്ല ദൂരമുണ്ട് നടക്കാൻ. നമ്മൾ ഇതിൻ്റെ പ്രതിമയുടെ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നടന്ന് ഞങ്ങൾ ഏതാണ്ട് ആ സ്റ്റാച്ചുവിനോടൊക്കെ ഏതാണ്ട് അടുക്കാറായി. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള എൻട്രിയുടെ അവിടെ എത്തി.
അങ്ങനെ നടന്ന് ഈ ഡോർ വഴിയാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. വേറൊരു ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ അകമെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പട്ടേലിൻ്റെ ഒരു തലയുടെ മാത്രം ഒരു സ്റ്റാച്ചു അവിടെ ഇരിപ്പുണ്ട്. പിന്നെ വേറെ ഈ പറയുന്ന ഒത്തിരി പിന്നെ ഈ വീഡിയോസുകളൊക്കെ അതിനകത്ത് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നടന്ന് കാണാനുണ്ട്, ഫോട്ടോ എടുക്കാനുണ്ട്. നമ്മളും അവിടെ നിന്ന് ഞങ്ങളും അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ എന്താണ് അതിനകം, ഇതിനകത്തെ ഈ കാര്യങ്ങളൊക്കെ കാണുക. ഇതിനുള്ളിൽ മുഴുവൻ നടന്ന് കാണാൻ ഒരുപാടുണ്ട്. ഇത് പട്ടേലിൻ്റെ ഒരു ചെറിയ പ്രതിമയാണ്. പട്ടേലിൻ്റെ പല കാര്യങ്ങളും വീഡിയോ വഴി ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ചെറിയ ചെറിയ ഫിലിമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ആ പട്ടേലിൻ്റെ പ്രതിമ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. ആ റൗണ്ടിൽ അത് ചെയ്യുന്നതിൻ്റെ പടങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ സമയത്ത് ആ നദിയിൽ അത് പണിയുന്നതും അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ളൊരു വീഡിയോ ഉണ്ട്. ഞാനത് അവിടെ നിന്ന് അത് മുഴുവൻ അതിൻ്റെ അകത്ത് പകർത്തിയെടുത്ത്, കാരണം ഇത് നമുക്ക് പിന്നീട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കുറേ പകർത്തി എടുത്തായിരുന്നു. ഞാൻ കണ്ടില്ലേ എത്രമാത്രം അധ്വാനമാണ് ആ പ്രതിമ ചെയ്തത്. ഈ പ്രതിമയുടെ ഉയരം 182 മീറ്ററാണ്. 182 മീറ്റർ ഉയരമുള്ള ഒരു പ്രതിമയാണ്. ഈ പ്രതിമ എന്ന് പറയുന്നത് വെങ്കലത്തിൽ ചെയ്ത വെങ്കലത്തിലാണ് ഇതിൻ്റെ പ്രതിമ, അല്ല സിമെൻ്റ് കൊണ്ട് ചെയ്തതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രതിമയുടെ ഉള്ളിലൂടെയാണ് നമുക്ക് മുകളിലേക്ക് പോകുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിപ്പോകാനുള്ള ഒരു ലിഫ്റ്റുണ്ട്. ആ ലിഫ്റ്റിലോട്ടാണ് ഇപ്പോൾ കയറി പോകുന്നത്. ഈ പ്രതിമയുടെ ഏതാണ്ട് ഒരു 182 അടി ഉയരം, 82 മീറ്റർ ഉണ്ടെങ്കിൽ ഒരു 145 മീറ്റർ വരെ ഉയരത്തിൽ ഈ ലിഫ്റ്റിലൂടെയാണ് നമ്മൾ ഏറ്റവും മുകളിൽ പോകുന്നത്. നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് ഈ പ്രതിമയുടെ ഒരു ഹൃദയഭാഗത്തിലാണ്. അപ്പം ഈ പ്രതിമയുടെ വലിപ്പമൊക്കെ നമുക്ക് മനസ്സിലായിരിക്കുന്ന പോലെ അടുത്ത് കണ്ടില്ലേ, 182 മീറ്റർ ഉയരമുള്ള ഈ ലിഫ്റ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഞാനത് വീഡിയോയിലെടുത്താണ്. അത് പട്ടേലിൻ്റെ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് 182 മീറ്റർ. അത് കഴിഞ്ഞ് ജപ്പാനിലുള്ള ബുദ്ധൻ്റെ പ്രതിമ, അങ്ങനെയുള്ള കുറേ പ്രതിമകളുടെ ഹൈറ്റൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് ഞാൻ പറയാം പിന്നീട്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ആ ലിഫ്റ്റിൽ ഏറ്റവും മുകളിൽ ചെന്ന് കഴിയുമ്പോൾ മുകളിൽ നിന്ന് ഈ ജനൽ വഴി ഇങ്ങനെ താഴോട്ടുള്ള വ്യൂ ആണ് ആ കാണുന്നത്. ഇത് ഞാനെന്തിനാ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ബലം ഇതിന് ഉൾവശമാണ്, എന്ത് ബലത്തിലാണ് ഈ പ്രതിമ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അതിൻ്റെ അകമാണ്. ഏതിൻ്റെ അകമാണ്? ഈ പ്രതിമയുടെ ഉൾവശമാണ് നമ്മൾ ഈ കാണുന്നത്. ഭയങ്കരമായ ആംഗിളിലാണ് ഈ പ്രതിമ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ആംഗ്ലറിൻ്റെയൊക്കെ ഒരു പടം എടുത്തത്. ഒരു രീതിയിലും ഈ പ്രതിമയ്ക്ക് ഒരു ഡാമേജും വരാത്ത രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഏറ്റവും ടോപ്പിൽ ലിഫ്റ്റിൽ ചെന്ന് ഏറ്റവും ടോപ്പിൽ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന നർമ്മദാ നദിയൊക്കെ കണ്ടില്ലേ, അതിൻ്റെയൊക്കെ വ്യൂ ആണ് കാണുന്നത്. എൻ്റെ പുറകെ കാണുന്ന ഈ ഗ്രില്ലിനകത്തോടാണ് വെളിയിലോട്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കാണുന്നത്. പെട്ടെന്നാണ് ഈ കണ്ണിൽ ഈ പടം പെട്ടത്. അപ്പോൾ ഇതൊരു വാഷ്റൂമാണ്. ഈ വാഷ്റൂമിൻ്റെ അകത്തൊന്ന് കയറണമെന്ന് എനിക്ക് തോന്നി. ആ ടോയ്ലറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഒരാൾ മാത്രമേ എൻ്റെ അകത്ത് കയറാം. ഒരാൾ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ ഞാനൊന്ന് കയറി. എന്തായാലും ഇതൊന്ന് വീഡിയോയിൽ എടുക്കാറില്ലെങ്കിലും എങ്ങനെ വൃത്തിയായിട്ട് ഇത് ഇട്ടിരിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ ടോയ്ലറ്റ് അത്ര ഭംഗിയായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക്. പ്രതിമയുടെ ഉൾഭാഗത്ത് നിന്നാണ് ഈ പടങ്ങളൊക്കെ ഇതെല്ലാം കണ്ടതെന്നുള്ള കാര്യം ഓർത്തോണം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ
ഇതൊക്കെ ചെറിയ വരകളായിട്ട് വെളിയിൽ കാണാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ കയറിയ ലിഫ്റ്റിനകത്ത് ഈ ലോകത്തുള്ള വലിയ പ്രതിമകളുടെ എല്ലാം ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിനെ പറ്റി ഞാൻ വിശദീകരിച്ച് പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് പട്ടേലിൻ്റെ പ്രതിമ, 182 മീറ്റർ. രണ്ടാമത്തത് ചൈനയിലുള്ള ബുദ്ധൻ്റെ പ്രതിമ, 153 മീറ്റർ. മൂന്നാമത് ഉള്ളത് ജപ്പാനിലുള്ള ബുദ്ധൻ്റെ പ്രതിമ, 120 മീറ്റർ. നാലാമത്തെ പ്രതിമ എന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി USA, 93 മീറ്റർ. അഞ്ചാമത്തെ ഇത് മദർലാൻഡ് കാൾസ് റഷ്യയുടെ 85 മീറ്റർ. അഞ്ചാമത്തേതാണ് ക്രൈസ്റ്റ് ദ റിഡീമർ ബ്രസീലിലുള്ള യേശുക്രിസ്തുവിൻ്റെ പിക്ചറിൻ്റെ ഉയരം എന്ന് പറയുന്നത് 38 മീറ്റർ. അല്പം താഴെ ഞങ്ങളെ കൊണ്ട് ഇറക്കിയത് ഒരു മ്യൂസിയത്തിലാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് പിക്ചറുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം അതിൻ്റെ അകത്തുള്ളതാണ്. മൃഗങ്ങളുടെയും എല്ലാത്തിൻ്റെയും പിക്ചറൊക്കെ ഇത് വളരെ ഭംഗിയായിട്ടാണ്. അതിൻ്റെ ഒരു ഗോപുരം പോലെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം അങ്ങനെയുള്ള നല്ല നല്ല പിക്ചറുകൾ കണ്ടില്ലേ. അടുത്തത് ഈ മോദിയുടെ ഒരു പടമാണ്. ഈ ഡാം, സർദാർ സരോവർ ഡാം, ഇതൊക്കെ വീഡിയോസാണ്. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ വീഡിയോസാണ്. അതിൻ്റെ അകത്ത് ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോസ് കാണാനുണ്ട്. ഞാൻ കുറേ ഇതിൻ്റെയൊക്കെ പിക്ചറുകൾ എടുത്തിട്ടുണ്ട്. ഇത് നരേന്ദ്രമോദി ആ ഡാം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചറാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ. ഞങ്ങൾ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയും ഈ പുറത്തൂടെ ഈ സ്റ്റാച്ചുവിൻ്റെ കാൽഭാഗത്തോട്ട് ഒക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കയറാനുള്ള ഇതാണ്. ഒരു സ്റ്റെപ്പ് കയറി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ കാണുന്ന കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. ഇനിയും ഈ സ്റ്റെപ്പ് വഴി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാം. അതിനുള്ള പടിയാണ്. ആ പടിയുണ്ട്, അതിനോടൊപ്പം തന്നെ എസ്കലേറ്ററും ഉണ്ട്. അപ്പം നടന്ന് കയറാൻ വയ്യാത്തവർക്ക് സൈഡിൽ കാണുന്ന എസ്കലേറ്റർ വഴി മുകളിൽ കയറാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് പട്ടേൽ പ്രതിമയുടെ ഈ കാൽഭാഗത്ത് നിന്ന് ആ ഭാഗം കാണാനാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും നമ്മൾക്ക് ഭയങ്കര അതിശയം തോന്നും. ഈ പ്രതിമയുടെ വലിപ്പം മനസ്സിലാകുന്നത് ആ കാൽപാദത്തിൻ്റെ അടുത്തെത്തുമ്പോഴാണ്. അപ്പോൾ അത് കാണാം. അതിന് മുമ്പിലുള്ള ഒരു ഗാർഡനുണ്ട്. ഈ ഗാർഡൻ ചരിഞ്ഞു നിൽക്കുന്നൊരു ഗാർഡനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറൊക്കെ എടുത്തിട്ട് വേണം ഇനി മുകളിലോട്ട് കയറാൻ. സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറുമ്പോൾ എടുത്ത വ്യൂ ആണ്. അപ്പോൾ ആ സ്റ്റെപ്പ് വഴി മുകളിൽ കയറിയിട്ട് അവിടുത്തെ ഒരു തട്ടുണ്ട്. ആ തട്ടിൽ കുറച്ച് ഭാഗം നടന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടാണ് ഇനിയും സ്റ്റെപ്പ് വഴി ഈ പട്ടേൽ പ്രതിമയുടെ. അപ്പം മൂന്നാമത്തെ തട്ടിലേക്കാണ് ഇനിയിപ്പോൾ കയറാൻ പോകുന്നത്. മൂന്നാമത്തെ തട്ടിലേക്ക് കയറാൻ ഇതാണ് ആ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് വഴി നമ്മൾ മുകളിൽ ചിലപ്പം പട്ടേൽ പ്രതിമയുടെ കാലിൻ്റെ ഭാഗത്ത് ചെന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ പ്രതിമയുടെ വലിപ്പം എന്താണെന്ന്. ആ കാലിൻ്റെ അടുത്ത് ഒരാൾ നിന്നാൽ അതിൻ്റെ ചെരുപ്പിൻ്റെ അടിഭാഗത്തിൻ്റെ അത്രയും പോലും വരില്ല ഒരു മനുഷ്യൻ്റെ ഹൈറ്റ്. നോക്കിക്കേ, ഒരാൾ അതിലേക്കൂടെ നടന്നിട്ട് എന്ത് ഉയരമുണ്ടെന്ന്. ഇതെന്തിനാ കാണിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഈ പ്രതിമയുടെ വലിപ്പം ഈ 182 മീറ്റർ പൊക്കമുള്ള പ്രതിമയുടെ കാൽഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം നോക്കിക്കേ, എന്തൊരു വലുപ്പത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സമ്മതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം ഈ ഇതിൻ്റെ നിർമ്മാണം. ആൾക്കാർ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. നോക്കിക്കേ, ഇനി ഞാനാണ് ആ ചെരുപ്പിൻ്റെ തയ്യൽ അതിൻ്റെ അടുത്ത് നിന്നുള്ളൊരു പടം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം.
പ്രതിമയുടെ കാലിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നേരെ മേപ്പോട്ട് ക്യാമറ പിടിച്ചാൽ നമുക്ക് പ്രതിമ മൊത്തം കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത്രയും ഭാഗമേ കാണാൻ പറ്റത്തുള്ളൂ. ദൂരെ മാറിയാലേ മുഴുവൻ കാണാൻ പറ്റുള്ളൂ. അപ്പോഴത്തെ ഇതെന്തിനാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രതിമയുടെ വലിപ്പത്തെ പറ്റിയൊരു ധാരണ വരാനാണ്. ഇതാ പിത്തള കൊണ്ടാണ് ഈ ആ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ആൾക്കാർ കൈ കൊണ്ട് തൊട്ടിട്ട് അത് തെളിഞ്ഞിരിക്കുകയാണ് അത്രയും ഭാഗം. ഇതാ നോക്കിക്ക, ആ തയ്യലിൻ്റെ ആ ചെരുപ്പിൻ്റെ തയ്യലിൻ്റെ വലിപ്പം കണ്ടില്ലേ? ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഈ പ്രതിമ ഇത്രയും വലിപ്പമുണ്ടെന്നൊന്നും തോന്നുകയില്ല. ഇതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പത്തെപ്പറ്റി നമ്മുടെ ഉള്ളിലൊരു ഒരു 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 ധാരണ വരുന്നത്. ഇപ്പം നോക്കിക്കേ എത്രമാത്രം വലിപ്പമുള്ളൊരു പ്രതിമയാണെന്നുള്ളത്. ഞങ്ങളെന്തായാലും എല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ സ്റ്റാച്ചുവിന് വെളിയിലേക്കുള്ള കണ്ടില്ലേ, ഇതും നടക്കുന്നുണ്ടെങ്കിലും അത് ഒരു മൂവ് ചെയ്യുന്നൊരു എസ്കലേറ്ററാണ്. വളരെ വേഗത്തിൽ നമ്മളെ പുറത്തെത്തിക്കും ഇതേ കയറി നടക്കണം നിർബന്ധമല്ല, നിന്നാലും മതി. നമ്മളിപ്പോൾ നിരപ്പായതുകൊണ്ട് കുറച്ച് ദൂരം അങ്ങനെ നടക്കും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണാനുള്ള 10-11 ആക്ടിവിറ്റീസ് ഉണ്ട്. സഫാരി യാത്രയുണ്ട്, ഗാർഡനുണ്ട്, ഈ ബോട്ട് യാത്രയുണ്ട്, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ലൈറ്റ് ഷോ ഉണ്ട്. വേറൊരു ആക്ടിവിറ്റിയാണ് സഫാരി യാത്ര. അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അകത്ത് ഇറങ്ങിയാൽ ടിക്കറ്റിന് 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ കുറച്ച് ദൂരം നമ്മളെ വണ്ടി കൊണ്ടുപോകും. പിന്നെ വനത്തിൽ കൂടെ നടന്നു പോകണം. 4 മണിയാകുമ്പോഴത്തേന് ബറോഡയിലെത്തണം. അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ല. പിങ്ക് നിറത്തിൽ കാണുന്ന ആ ഓട്ടോകൾ ആ നാട്ടിലെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഓട്ടോയാണ്. ഈ ഓട്ടോകൾ മാത്രമേ അതിൻ്റെ അകത്ത് ഓടാൻ അനുവാദമുള്ളൂ. അവിടെയുള്ളൊരു ഗാർഡനുണ്ട്. ഈ ഗാർഡൻ ഭയങ്കര വിശാലമായ സ്ഥലത്തുള്ള ഗാർഡനാണ്. ഈ ഗാർഡനൊക്കെ ഞങ്ങൾ കയറി കണ്ടു. ഗാർഡനൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ ബറോഡയ്ക്ക് തിരിച്ചു. വൈകിട്ടത്തെ ട്രെയിനിൽ ഞങ്ങൾക്ക് കയറണം. ബറോഡയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വലതുവശത്ത് കാണുന്ന ആളാണ് 4-5 ദിവസം ഞങ്ങളെ കൊണ്ട് നടന്ന ഡ്രൈവർ. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചുള്ള യാത്രയാണ്. അപ്പം തിരിച്ചുള്ള യാത്രയിൽ നമ്മുടെ മനസ്സിൽ ആ കാണുന്ന പാലത്തെ കയറി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ പട്ടേലിനെ കാണാം. നർമ്മദാ നദിയുടെ കുറുക്കുള്ള ഒരു പാലമാണ്. നോക്കിയാൽ ആ റോഡും പാലവും അത്രക്ക് മനോഹരമായിട്ടാണ് അതൊക്കെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം വിഘടിച്ച് നടന്ന ഇന്ത്യയിലുള്ള നാട്ടുരാജ്യങ്ങളെയെല്ലാം ഏകീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച പട്ടേൽജി, താങ്കളെ എന്നും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് പട്ടേൽജി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ട്. അത് ഞാൻ അടുത്ത ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ.